ഒരു സായിപ്പിന്റെ മദാമയുടെയും ഡ്രൈവറായിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. സത്യം പറയാമല്ലോ, സായിപ്പിനെ ഒന്ന് കാണണം. വെളുത്ത് തുടുത്ത് ആപ്പിൾ പോലിരിക്കുന്നു. പക്ഷെ മദാമയ്ക്ക് എന്നോട് പ്രേമം. എല്ലാത്തിനും ഞാൻ വേണം. ഷോപ്പിങ്ങിന്, സിനിമയ്ക്ക്, എല്ലാത്തിനും ഞാൻ വേണം. മുടിഞ്ഞ പ്രേമമായിരുന്നു എന്നോട്. ചിലർക്ക് ആപ്പിൾ ഉണ്ടെങ്കിലും ചക്കക്കുരു കിട്ടുന്നതാ താല്പര്യം. അങ്ങനെ മദാമ അവസാനം അവക്കുള്ളതെല്ലാം എനിക്ക് എഴുതി തന്നു. വരച്ചോണ്ട് വരത്തില്ലായിരുന്നു, എനിക്കൂടെ കാണാറുണ്ടല്ലോ. അതല്ലെന്ന്, അവക്കുള്ള സ്വത്തുവകകളെല്ലാം എനിക്ക് എഴുതി തന്നു. പിള്ളേര് സഹിതം. ഇനി എന്നാ തിരിച്ചു പോകുന്നേ? ഇനി ഞാൻ പോകുന്നൊന്നുമില്ല. അപ്പൊ എഴുതി മാറ്റല്ല, നീ അടിച്ചു മാറ്റിയത് അവിടെ നിന്ന്. അങ്ങനെ ഇച്ചിരി കാശ് എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ ചെറിയൊരു ക്രിമികടിയുമുണ്ട്. അപ്പൊ എവിടെയെങ്കിലും കുറച്ച് കാശ് അങ്ങ് കൊണ്ട് കളയണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് മലയാള സിനിമയിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന്. നല്ല ജലദോഷമുണ്ടേ, എനിക്കൊരു മൂവി പിടിക്കണം. ജലദോഷം ഉണ്ടെ മൂവിയല്ല, ആവിയാ പിടിക്കണ്ടേ? അല്ല, എന്റെ പൈസ വെച്ചിട്ടേ ഒരു സിനിമ പിടിക്കണമെന്ന്. സിനിമയോ? അങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങളുടെ ഒരു ഗതയുണ്ടെന്ന്. ഞാൻ എന്താ ഭീമനോ? സോറി. സ്റ്റോറിയോ? അല്ല, കഥയ്ക്ക് സ്റ്റോറി. ഓ, കഥ എന്റെ അല്ലാന്നെങ്കിലേ വെടിക്കെട്ട് കഥയുണ്ട് കേട്ടോ. വെടിക്കെട്ട് വേണ്ട, അത് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും സിനിമയാക്കി. അതല്ലേ ഇത് കേട്ടാ സാറിന് ആവേശം തോന്നും. ആവേശം ഫഹദ് ഫാസിൽ ഹിറ്റാക്കി വെച്ചേക്കുമല്ലേ? അതല്ല സാറേ, നല്ല കിടക്കോച്ച് സിനിമ ഞാൻ എഴുതി വെച്ചിട്ടാണോ. ഓക്കെ, ഇതെവിടെയാണ് ഇത് തുടങ്ങുന്നത്? തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ ഇവിടാണ് തുടങ്ങുന്നത്. ഓക്കെ, അത് തീരുന്നതോ? ഇവിടെ തീരുന്നത്. ഓ, വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ അച്ഛന്റെ ഫോട്ടോ ചെടികൾക്കിടയിൽ ഇരിക്കുന്നത് കാണണം. നിങ്ങൾ അപ്പൻ എന്തുവാ വണ്ടായിരുന്നു? അല്ല, അച്ഛൻ മരിച്ചു പോയില്ലേ? എന്റെ അപ്പന്റെ വലിയ ആഗ്രഹമായിരുന്നു മരിക്കണമെന്നോ. ഞാനൊരു സിനിമ പിടിച്ച് കാണണമെന്ന്. അപ്പൊ നമുക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അപ്പന്റെ ഫോട്ടോയ്ക്കടിയിൽ എഴുതി കാണണം, അച്ഛന്റെ പാവയ്ക്ക സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പണം. പാവന സ്മരണ എന്നില്ലയോ? അല്ല, അച്ഛന് പാവയ്ക്ക ബിസിനസ് ആയിരുന്നല്ലോ. ആ പാവയ്ക്ക കാരണമല്ലേ ഞങ്ങൾ ഈ നിലയിലെത്തിയത്. അപ്പൊ സ്മരണ അച്ഛന് വേണ്ട, അച്ഛന്റെ പാവയ്ക്കും. അത് കഴിഞ്ഞ് എന്റെ പേരിൽ കാണിക്കും. എന്താ എഴുതി കാണിച്ചു? ചോറിയും ക്രീം പ്ലേയും. സ്ക്രീൻ പ്ലേ. അത് ഈ മോഹൻജിയാന്ന്. അല്ല, നിങ്ങളുടെ പേര് മോഹനൻ എന്നല്ലേ? ഈ ഡയറക്ടർ മോഹനൻ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര വൃത്തികേടല്ലേ? അതിനോട് ജി ചേർത്ത് വരുമ്പോ ഡയറക്ടർ മോഹൻജി. അതെ അതെ അതെ. സിനിമ പൊട്ടിക്കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും ഏത് മോഹൻജിയാണ് ഈ കഥ സംവിധാനം ചെയ്തത്. കഥയുടെ സാരാംശം അത് എങ്ങനെയാണ് ഈ കഥ തന്തു? എങ്ങനെയാണ് കഥാ തന്തു എന്ന് പറഞ്ഞാല് ഈ നായകനും നായികയും ഒരു കുറ്റിക്കാട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതൊന്നുമല്ല, അതൊന്നും ഞാൻ ചെയ്തില്ല. അത്ര വൃത്തിയുടെ പടം ചെയ്തില്ല. അതല്ല, ആകാംക്ഷ കൊണ്ട് ഏത് ചോദിച്ചത്? അത് നമ്മള് കാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കാടെന്ന് പറയുമ്പോൾ ലൊക്കേഷൻ കാടായിരിക്കും. അപ്പൊ നമുക്ക് ഈ വന്യമൃഗങ്ങളെയൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റൂ? ആനിമൽ ആക്ടില്ലേ? ആനിമൽ ആക്ടിലല്ലോ, കാട്ടിലല്ലേ? അല്ല, ആനിമൽ ആക്ട് പ്രകാരം അങ്ങനെ മൃഗങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മള് സിനിമയുടെ ഫ്രണ്ടിൽ എഴുതി കാണിക്കും, ഈ സിനിമയുടെ ഷൂട്ട് സമയത്ത് ഒരു മൃഗത്തിനോ പക്ഷികൾക്കോ ഒന്നും കേടുപാടുകൾ സംഭവിക്കാതെ നമ്മൾ ചെയ്തെന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ പ്രൊഡക്ഷൻ ഫുഡിൽ ചിക്കൻ കറിയും മീൻ കറിയും ക്യാൻസൽ. അതല്ല, അതായത് ചിക്കൻ വിളമ്പുന്ന ഒരു സീനുണ്ട്. അത് നമുക്ക് ആർട്ടുകാരോട് പറഞ്ഞ് ഡമ്മി ഉണ്ടാക്കാം. എനിക്ക് തെർമോക്കോളും സ്പോഞ്ചും തിന്നാൻ.